ചേട്ടാ വെൽക്കം. ആദ്യം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് ഇൻ്റർവ്യൂസിൽ എന്നോട് ചോദിച്ചു ഈ സിനിമയിൽ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഷറഫുദ്ദീൻ ഇതിലെ നായകനാകുന്നു എന്നതാണ്. ഞാൻ അതിൻ്റെ കാര്യം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാരായ നായകന്മാരിൽ ഒരാളാണ് ഷറഫുദ്ദീൻ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചേക്കാം. ഷറഫുദ്ദീൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അദ്ദേഹം ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ, സപ്പോർട്ടിംഗ് റോൾസ് ചെയ്യുമ്പോൾ കട്ട വില്ലൻ ചെയ്യും, ഇമോഷണൽ റോൾസ് ചെയ്യും, സെന്റിമെന്റൽ റോൾസ് ചെയ്യും, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നായകനായി ഷറഫുദ്ദീൻ വരുമ്പോൾ അതിൽ കോമഡി ഉണ്ടാവും, മിനിമം ഗ്യാരണ്ടി കോമഡി. അത് ഈ മധുവിധുവിലുമുണ്ട്. ഇപ്പം ഞാൻ വിഷ്ണു എന്നെ വിളിച്ച് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ആരാണ് നായകൻ? ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീൻ്റെ ഡേറ്റ് കൺഫേം ആണോ? കൺഫേം ആണ്. എങ്കിൽ കഥ പിന്നെ കേൾക്കാം, എൻ്റെ ഡേറ്റ് ഓക്കെ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്വാർത്ഥത പറയാം, ഹീറോയുടെ ഷോൾഡറിലാണ് ഏറ്റവും കൂടുതൽ ഭാരം. അതുകൊണ്ടാണല്ലോ അയാൾ ഹീറോ. ഞാനും കുറച്ച് പടങ്ങളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചാണല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ഷറഫുദ്ദീൻ ഷോൾഡർ ചെയ്യുന്നു. ഒരുപാട് പ്രാവശ്യം അവർ സിറ്റിംഗ്, അവർ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ബിബിൻ ആയിരുന്നിരുന്നാലും ജയവിഷ്ണു ആയിരുന്നാലും ഷറഫിൻ്റെ ഫ്രണ്ട്സാണ്. അവർ ഫ്രണ്ട്സായിട്ട് പോലും ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടി അവർ വിഷ്ണു അരവിന്ദുമായിട്ടിരുന്ന് ഒരുപാട് റൗണ്ട് ഓഫ് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഞാൻ ഷൂട്ടിംഗ് ഏരിയയിൽ ചെല്ലുന്നത്. എൻ്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റിലേക്ക് ഒരു കോൺട്രിബ്യൂഷനൊന്നും ഈ ചിത്രത്തിലില്ല. അല്ലാതെ തന്നെ നല്ല രീതിയിൽ വെൽ ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഭിനയിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടുവരുന്ന കുറച്ച് കോമഡികളുണ്ട്. ഇപ്പോൾ തന്നെ വാഴ 2 സൂപ്പർ ഹിറ്റാണ്. അതേപോലെ തന്നെ സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിലെ എൻ്റെ പെർഫോമൻസിന് എനിക്ക് കിട്ടിയ ആ റെക്കഗ്നീഷന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുക. അതിൽ നിന്നും വേറെ വ്യത്യാസമുള്ള ഒരു റോളാണ് ഇതിലെ റോള്. രാജ്കുമാർ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഷറഫുദ്ദീൻ്റെ അച്ഛനാണ്. കോമഡി സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. അത് അത്രയും ഞാൻ ധൈര്യമായിട്ട് പറയാം. കുറച്ച് ട്വിസ്റ്റുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല. നാളെ നിങ്ങൾ ചിത്രം കാണുമ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ഉറപ്പിക്കാനുള്ള അവസരമാണ്. ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ താഴെ എഴുതാം, പറഞ്ഞതല്ല കണ്ടത്. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. ഇതിനകത്ത് അത്യാവശ്യം ട്വിസ്റ്റും ടേൺസും ഉണ്ട്. ചിരിക്കാൻ നല്ല മുഹൂർത്തങ്ങൾ കുറേ ഉണ്ടാവും. ഇനി സാധാരണ ഇതിൽ ഇവിടെ ഹേമന്തും വിസ്മയും അവരാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചേഞ്ചിന് വേണ്ടി ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. പ്ലീസ് കം, പ്ലീസ് കം. ഹേമന്ത് ആൻഡ് വിസ്മയ, കൈയ്യടി കൊടുക്കൂ. Thank you so much, sir. It's a privilege. ഹേമന്ത് ആൻഡ് വിസ്മയ, മധുവിധുവിൽ എന്താണ് ഇത്ര പ്രത്യേകത നിങ്ങൾ കാണുന്നത്? പ്ലീസ്. മധുവിധയിൽ ഞാൻ കാണുന്ന പ്രത്യേകത, ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജോണാണ് ഷറഫിക്കയുടെ കോമഡി സിനിമകൾ. ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ആക്ടറിന്റെ കോമഡി സിനിമകൾ. അദ്ദേഹം വളരെ വെർസറ്റൈൽ ആക്ടറാണ്. അഞ്ചാം പാതിര ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഭരതനാവട്ടെ, വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്. പക്ഷെ എന്നാൽ പോലും റൈറ്റ് ആൻസർ കൈയ്യടി കൊടുക്കൂ. ഓക്കെ വിസ്മയ, എന്താണ് മധുവിധുവിൽ പ്രതീക്ഷ? എന്താണ് കാണുന്നത്? മധുവിധുവിൽ പ്രതീക്ഷ തന്നെ ഷറഫിക്ക, ജഗദീഷ് ഏട്ടൻ, സായി കുമാർ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സിനിമ. വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കോമഡി പ്രതീക്ഷിക്കുന്നുണ്ട്. കോമഡി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള ഉത്തരവാണ്. മാർക്ക് കൊടുത്തേക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവരുടെ റോള് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഞാനൊന്ന് ചെയ്യാണ്. വിത്ത് യുവർ പെർമിഷൻ. വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഞാനൊരു കലാകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് അദ്ദേഹം സിനിമയിൽ വന്ന ആദ്യത്തെ ഒരു ഷോട്ടുണ്ട്. അതായത് ഒരു ലോങ് കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരികയാണ്. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഒരു ലോങ് കോട്ട് ഇട്ടിട്ട് ഇൻട്രൊഡ്യൂസിംഗ് സായ് കുമാർ എന്ന് കാണിച്ചപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. യെസ്, with a big round of applause, ladies and gentlemen, please welcome Sai Kumar, the one and only Sai Kumar, please. Sai Kumar, may കൊടുക്കും. Yes, Sai. നമുക്കിരിക്കല്ലേ? ഇത് നമ്മുടെ സ്വന്തം വീട് പോലെ കണക്കാക്കാം. ഇവിടെ പ്രത്യേകിച്ച്
ക്ലാസ് ഒന്നും വേണ്ട. സായി എന്നോട് ചോദിക്കാനുള്ളതെല്ലാം സായിക്ക് ചോദിക്കാം, ഞാൻ സായിയോട് ചോദിക്കാനുള്ളതെല്ലാം ഞാൻ ചോദിക്കും. ഞാൻ കാര്യം ചോദിക്കുന്നത് നമ്മൾ ഒരുപാട് കോമഡിയിലുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് വളരെയേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ വന്നിട്ടുള്ള സിനിമകളിൽ കാണുന്ന തരം കോമഡിയിൽ നിന്ന് ഈ മധുവിധു എന്താണ് വ്യത്യസ്തമായി? ഓക്കെ, നല്ല ചോദ്യം. വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യം. മധുവിധു സാധാരണ കോമഡി ചിത്രങ്ങളിൽ നിന്നും എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെ ഡിഫറെന്റ് ആണ് എന്നാണ് സായി ചോദിക്കുന്നത്. ഞാൻ വ്യക്തമായ ഉത്തരം തരാം. ഒന്ന്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈൻ അല്ല മധുവിധുവിനുള്ളത്. ട്രെയിലർ കണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും, ആ രീതിയിലല്ല കഥ മൂവ് ചെയ്യുന്നത്. ഇത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒന്ന്. രണ്ട്, ഫാമിലി അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്ന് പറയുന്ന സിനിമ റിവ്യൂവേഴ്സ് പലപ്പോഴും യൂട്യൂബേഴ്സും കാര്യങ്ങളും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഫീൽ ഗുഡിനെ ഇപ്പൊ ചെറുതായി കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇത് ഫീൽ ഗുഡ് ഒതുക്കി നിർത്തണ്ട, ഇത് ഫാറ്റ് കോം ആണ്, ഫാമിലി കോമഡി. ഓക്കെ, അതാണ് ഡിഫറൻസ്. അടുത്ത ചോദ്യം. ഇല്ല, അടുത്തൊന്നും ചോദിക്കുന്നത് ഈ കഥാപാത്രങ്ങളെ ഒരു രീതിയിൽ നൽകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിന് എല്ലാ കഥാപാത്രത്തിനും ഒരു തുടക്കവും അവസാനവും ഉണ്ടോ? അത് ഒരു എല്ലാ രീതിയിൽ നിന്ന് പോകുന്നവരോ? അല്ല, എല്ലാ കഥാപാത്രങ്ങൾക്കും, ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ആദ്യ മധ്യാന്തമുണ്ട്. അതോടൊപ്പം മാർക്കോസ് എന്ന കഥാപാത്രമായിട്ട് സായിയുടെ കണ്ണ് വെച്ചൊരു എക്സ്പ്രഷൻ ഉണ്ട്. ചുമ്മാ അല്ല അസീസ് പേടിച്ചത്. അപ്പോ മാർക്കോസിന്റെ ആ പവർ ഇത് സായികുമാർ മാത്രം ചെയ്യേണ്ട വേഷമാണ് എന്ന് നമുക്ക് തോന്നും. ഷറഫുദ്ദീന്റെ വേഷം കണ്ടാൽ ഷറഫുദ്ദീനാണ് ഇത് ചെയ്യേണ്ടത് എന്ന് തോന്നും. കല്യാണിയുടെ വേഷം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കൊള്ളാമല്ലോ, മലയാള സിനിമയ്ക്ക് നല്ല നായികയെ കിട്ടിയിട്ടുണ്ട്. അതാണ് എന്റെ അസീസിന്റെ നല്ല കോമഡി. അസീസിനെ സംബന്ധിച്ചിടത്തോളം അസീസിന്റെ വളർച്ചയുടെ ഗ്രാഫ് ഞാൻ വളരെ അഭിമാനത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. അസീസിന്റെ സെലക്ഷൻ ഓഫ് റോൾസ്, ആ കണ്ണൂർ സ്ക്വാഡിലൊക്കെ അസീസിന്റെ ഇമോഷൻസ് ഒക്കെ എനിക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇതില് അത്തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്, അസീസിന്റെ കോമഡി ഉണ്ട്. അതെല്ലാം സംവിധായകരും തിരക്കഥാകൃത്തും ചേർന്ന് ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ വേറൊരു സസ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്തൊരു ക്യാമിയോ, ചെറിയ ഒരു വേഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു പണിക്കർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരൊറ്റ സീൻ കണ്ടാൽ, ഞാൻ ഇന്ന് പറയുന്നു, നാളെ നിങ്ങൾക്ക് കാണാം, ആ ഒരൊറ്റ സീൻ നോക്കിക്കോളൂ. അതില് ബിന്ദു പണിക്കർ ഇട്ടിട്ടുള്ള ചില എക്സ്പ്രഷൻസ്, മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, അത് തീർച്ചയായിട്ടും ചിരി ഉണർത്തും. എക്സ്പീരിയൻസ്, അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് ദർശിക്കാൻ കഴിയും. ബിന്ദു പണിക്കർ പ്ലീസ് വരൂ. അദ്ദേഹത്തിന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ എവിടെ വേണമെങ്കിലും ഇരിക്കും. ഞാൻ പെട്ടെന്ന് മാറി തരാം. ബിന്ദുവിനെ നമ്മൾ കോമഡി രൂപത്തിൽ കണ്ടിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ, ഏത് വേഷവും ഇതിന് ഒരു റോള് വിഷ്ണു അരവിന്ദും വിപിനും ജയവിഷ്ണു ഒക്കെ സംശയം പ്രകടിപ്പിച്ചു, ഇത്ര ചെറിയ വേഷം ബിന്ദു ചെയ്യുമോ? പക്ഷെ ബിന്ദു ഒരു മടിയും കൂടാതെ, അത് കല്യാണി ഉള്ളത് കൊണ്ടല്ല കേട്ടോ, ആ വേഷം ചെയ്തു. ആ വേഷം ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ബിന്ദു ആണ് ചെയ്യേണ്ടത്. അത്ര ഒരു ചെറിയ അപ്പിയറൻസ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് സാങ്കത്യമുള്ള ഒരു കഥാപാത്രം. അപ്പൊ ഇതൊക്കെയാണ്. ഇനി ഒന്നോ രണ്ടോ, ഇനി ബിന്ദുവിന് ചോദിക്കാനുള്ള, എന്നോട് ചോദിക്കാനുള്ള ചോദിക്കാം, സായിയോട് ചോദിക്കാനുള്ള ചോദിക്കാം. സായിയോട് വീട്ടിൽ വെച്ച് ചോദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടെ വെച്ച് ചോദിച്ചോളൂ. ചോദിച്ചോട്ടല്ലേ, നമ്മുടെ അവസരമല്ലേ. സായി ഉത്തരം മുട്ടിക്കരുത് പ്ലീസ്. ജഗദീഷ് ചേട്ടൻ്റെ എന്താ പറയാ, നല്ല വാക്കുകൾക്ക്, സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നല്ല സന്തോഷം. പിന്നെ എനിക്ക് ഇവരോടൊക്കെ എന്താ ചോദിക്കുക, എന്നേക്കാളും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളെ പോലെ തന്നെ ഞാനും കണ്ടു വളർന്നതാണ്. പിന്നെ എനിക്ക് പ്രത്യേകം ചോദിക്കാനൊന്നുമില്ല, ഉദ്ദേശിച്ചത് വീട്ടിൽ തന്നെ ഉള്ളത്. അല്ല, ഈ സിനിമയെ കുറിച്ചുള്ള ബിന്ദുവിന്റെ പ്രതീക്ഷകൾ എന്താണ്? എനിക്ക് ഇത് ഏറ്റവും സ്പെഷ്യൽ തന്നെയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ മോള് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ, പിന്നെ എല്ലാവരും അതൊക്കെ കാണുക എന്ന് പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനേക്കാൾ ഉപരി ഇവിടെ അച്ഛനമ്മ എന്ന് പറഞ്ഞ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഒരു അമ്മയുടെ പ്രതീക്ഷ അല്ലേ, ഒരു അമ്മയുടെ സന്തോഷം, അതൊക്കെയാണ് നാളെ പൂവണിയാൻ പോകുന്നത്. സായി, മധുവിധു കഥ കേട്ടല്ലോ. ആദ്യം സായിയുടെ വീട്ടിൽ ചെന്ന് കഥ പറഞ്ഞപ്പോൾ സായികം വളരെയധികം ഗൗരവത്തോടെ കേട്ടു. പിന്നീടാണ് പറഞ്ഞത് സായിക്ക് വേണ്ടിയല്ലേ ഈ കഥ പറയുന്നത്, കല്യാണിക്ക് വേണ്ടിയാണ് ഈ കഥ പറയുന്നത്.
സായിക്ക് ചെറിയൊരു നിരാശ തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ കാരണം പെട്ടെന്ന് തന്നെ വേറെ വേഷം വന്നു. അതുകൊണ്ട് സായി കഥ കേട്ടതിൽ നിന്നും സാക്ഷാത്കാരത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് സായിക്ക് പറയാൻ? അല്ല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, മധുവിധു എന്ന് പറഞ്ഞ സിനിമയില് ആദ്യം കഥ പറയാൻ വരുന്നത് മോളെടുത്താണ്, കല്യാണി എടുത്താണ്. അപ്പോൾ ഇതില് ആരാണ് അച്ഛൻ്റെ ക്യാരക്ടർ എന്നൊന്നും എനിക്കറിയില്ല, ഉണ്ടെന്നറിയാം. പ്രത്യേകിച്ച് മറ്റുള്ള ആരും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇവരുടെ ഒരു ഷൂട്ടിങ്ങിനെ കൊണ്ടൊന്ന് പൂജയ്ക്ക് അവിടെ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന സമയത്തിലാണ് ഡയറക്ടറും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും വന്നിട്ട്, ചേട്ടാ ഇതിനകത്ത് മാർക്കോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഞാൻ അതാരാണ് നായികയുടെ അച്ഛന്, അതൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ മോൾ അഭിനയിക്കുന്നതിന് അഭിനയിച്ചാണോ? അല്ല ഏട്ടാണ്. പിന്നെ അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേട്ടത്. കഥ കേട്ടപ്പോ അത് ചെയ്യാതെ വിടുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഇതുകൊണ്ടാണ് ഞാൻ ഈ കഥാപാത്രം ചെയ്യാനുള്ള പ്രധാന കാരണം. പിന്നെ തീർച്ചയായിട്ടും ഷറഫിന്റെ കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഫസ്റ്റ് ഫിലിമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ഷറഫ്. അത് ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. മറ്റേ ആ കുതിരയൊക്കെ നിന്നിട്ട് വന്നിട്ട് ആ സ്നാക്സ് ഒക്കെ പറയുന്ന ശ്രദ്ധിച്ചല്ലേ ഞാൻ ശ്രദ്ധിച്ചതാണ്. അന്ന് ഇയാളിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അതനുസരിച്ച് തന്നെ ജഗദീശ്വരത്തെ പറഞ്ഞ ഷോൾഡർ ചെയ്യാൻ മിടുക്കനായ ഒരു കലാകാരൻ തന്നെയാണ് നമുക്കൊരു നല്ലൊരു കലാകാരനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒപ്പം ഷറഫിന്റെ ഒപ്പം തന്നെ എൻ്റെ മോക്കും അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ മോക്കും അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നേരിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു സന്തോഷമുണ്ട്. പിന്നെ ജഗദീഷ് ഞാനും ഏതാണ്ട് 1 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ ഇൻഡസ്ട്രി വന്നിട്ട്, അത്രയേ ഉള്ളൂ. ജഗദീഷ് 40 വർഷമായിട്ടുണ്ടാവും, ഞാനൊരു 39 വർഷത്തോളമായിട്ടുണ്ടാവും, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ അവൾ എക്സ്പീരിയൻസ് ചെയ്യുന്നെങ്കിൽ അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, അതൊരെന്താ പറയുക, അതിന് ആ ഒരു സന്തോഷമാണോ, അത് എന്താണ് അതിൻ്റെ ആ വികാരത്തിൻ്റെ പേരെനിക്കറിയില്ല. അത് ദൂരെ നിന്ന് നോക്കി കാണുമ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴും ഉണ്ടാവുന്ന ഒരു സന്തോഷവും, ഇതൊക്കെയാണ് മാർക്കോസിനെ ചെയ്യാനുള്ള കാരണം. ബിന്ദു 2 വാക്കൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ പറയാനായിട്ട് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത ചോദ്യം വന്നു, അതുകൊണ്ടാണ്. എന്താ പറയാ, അതേപോലെ തന്നെ സന്തോഷം. പിന്നെ ഷർഫിൻ്റെ കൂടെ ഞാനും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് സന്തോഷം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഉള്ളതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഈ സായി കുമാരനും ഷറഫുദ്ദീൻ 4 വരി പാടുന്നു, അതേ ഉള്ളൂ. അപ്പൊ 4 വരി. रात अंधेरी दूर किनारा तेरे सिवा अब कौन सहारा, चंचल लहरे गहरा भंवर है, चंचल लहरे गहरा भंवर है, कश्ती न डूबे मन में ये डर है, नैया पार लगाना हो साथी, प्रीति की रीत निभाना, ओ राही रे राही रे, चाहे पड़े मिट जाना, ओ साथी प्रीति की रीत निभाना. താങ്ക് യു. എനിക്ക് ഷറഫുദ്ദീനെ ക്ഷണിക്കണമെന്നുണ്ട്, പക്ഷേ ആങ്കേഴ്സിന് വിഷമാവും. അവര് ഇതിലെ ഹീറോയെ കാര്യമായിട്ട് വിളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഹേമന്ത് ബിസ്മയും റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആ ജോലി ഞാൻ ഏറ്റെടുക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണുക, മധുവിധു കാണുക, വിലയിരുത്തുക, നിങ്ങളുടെ വിമർശനങ്ങൾ, അഭിനന്ദനങ്ങൾ എല്ലാം രേഖപ്പെടുത്തുക. താങ്ക് യു.